welcome back to Silent Learning. It's me Akhila. So നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് അല്ലേ. ആ ഒരു ചാപ്റ്ററിൽ എല്ലാവരും കൺഫ്യൂഷൻ പറയുന്ന ഒരു ഏരിയ ആണ് ബോയിലിംഗ് ആൻഡ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയിലിംഗ് ആൻഡ് ഇവാപ്പറേഷൻ അല്ലേ. എന്താണ് ഈ ബോയിലിംഗും ഇവാപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദ ബോയിലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലേ. നമുക്കറിയാം ഒരു ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണോ അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് നമ്മുടെ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതൊരു ലിക്വിഡ് ആണ് അല്ലേ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മളിതാ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തിളച്ചു വരും അല്ലെ. എപ്പോഴാണ് അത് തിളച്ചു വരുന്നത്? അത് 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഒരു കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. ബോയിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ കാണുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ എന്താണ് ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് എന്തായിട്ട് മാറുകയാണ്? വേപ്പറായിട്ട് മാറുകയാണ്. ആ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്ന ഫിനോമിനൻ ആണ് എന്ത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, അറ്റ് എനി ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അതായത് ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ എവിടെ എത്തണം എന്നില്ല, അതിന്റെ ബോയിലിംഗ് പോയിന്റ് എത്തണം എന്നില്ല. ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റുമായിട്ട് എന്തിന് ബന്ധമില്ല? നമ്മുടെ ഇവാപ്പറേഷന് ബന്ധമില്ല. അതിന്റെ മുന്നേ തന്നെ ആ ലിക്വിഡ് എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പറായിട്ട് മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് അർത്ഥം? ഒരിക്കലും അല്ല. നമ്മളൊരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആ സർഫസിലുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ, കുറച്ച് മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യാണ്? സ്റ്റേറ്റ് മാറിയിട്ട്, അതായത് ലിക്വിഡ് സ്റ്റേറ്റ് മാറിയിട്ട് എങ്ങോട്ട് പോവാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അതായത് ലിക്വിഡ് വേപ്പറായിട്ട് മാറുകയാണ്. ആ ഒരു ഫിനോമിനനാണ് എന്ത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ വാട്ടർ ഉണ്ടാവും അല്ലേ. ഒരു മഗ്ഗിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ സർഫസിൽ ആ ഒരു വാട്ടർ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ, നമ്മളത് കവർ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വാട്ടർ ലെവൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. താഴേക്ക് വന്നിട്ടുണ്ടാവും. അതായത് ആ വാട്ടറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് അത് കുറയുന്നത്? യെസ്, ആ വാട്ടറിന്റെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസ് അല്ലെ, ലിക്വിഡ് സ്റ്റേറ്റ് ആയിരുന്നു, അവരെന്ത് ചെയ്തിട്ടുണ്ട്? നാച്ചുറലി തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? വേപ്പറായിട്ട്, വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ഈ ഒരു ഫിനോമിനനാണ് എന്ത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നാച്ചുറലി ഒക്കേർ ചെയ്യുന്നതാണ് അല്ലെ. നമ്മൾ കിടന്നിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാറുണ്ട്. അതുപോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. കാരണം അത്രയും ബോയിലിംഗ് പോയിന്റ് എത്തേണ്ട ആവശ്യമേ ഇല്ല. എന്ത് നടക്കാൻ? ഇവാപ്പറേഷൻ നടക്കാൻ. ബോയിലിംഗ് പോയിന്റിന്റെ മുന്നേ തന്നെ എന്ത് നടക്കാറുണ്ട്? ഇവാപ്പറേഷൻ സംഭവിക്കാറുണ്ട്. ഇതിന് കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. നമ്മളിതാ ഡ്രൈ ആക്കാൻ അല്ലേ, നമ്മുടെ വെറ്റ് ക്ലോത്ത്സ് ഒക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അയലിൽ ഇങ്ങനെ വിരിച്ചിടാറുണ്ട്. അപ്പൊ എന്താ നടക്കുന്നത്? യെസ്, നമ്മുടെ സണ്ണിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ഹീറ്റ് എനർജി കിട്ടുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എനർജി കിട്ടുന്നുണ്ട്. അത് അബ്സോർബ് ചെയ്തിട്ട് ഈ തുണിയുടെ, ഈ ക്ലോത്ത്സിന്റെ മുകളിലുള്ള വാട്ടർ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യാണ്? ലിക്വിഡിൽ നിന്ന് യെസ്, അത് വാട്ടർ വേപ്പർ ആയിട്ട് മാറാണ്. അതായത് അവിടെയും നടക്കുന്നത് എന്താണ്? ഇവാപ്പറേഷൻ ആണ് അല്ലേ. അവിടെയും നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ബോയിലിംഗ് പോയിന്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു പ്രോസസ്സ് നടക്കാൻ? ഒരിക്കലും ഇല്ല. അതാണ് ഈ ബോയിലിംഗും ഇവാപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതാ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും എന്താണ് നെയിൽ പോളിഷ് അല്ലെ, നെയിൽ പോളിഷ് റിമൂവർ കണ്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ആ റിമൂവർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും അസറ്റോൺ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു തണുപ്പ് കിട്ടുന്നത്? യെസ്, നമ്മൾ അസറ്റോൺ എടുക്കുന്ന സമയത്ത് ആ അസറ്റോൺ എന്ത് ചെയ്യുന്നുണ്ട്? ലിക്വിഡിൽ നിന്ന് അത് വേപ്പറായിട്ട് മാറുന്നുണ്ട്. അതായത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് അത് പോകുന്നുണ്ട്. എങ്ങനെയാ പോകുന്നത്? സറൗണ്ടിങ്സിൽ നിന്നാണ് എന്ത് എടുക്കുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അല്ലേ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, നമുക്ക് അവിടെ ഒരു ഹീറ്റ് ഉണ്ടാവില്ലേ, ആ ഹീറ്റാണ് ഇവർ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു കൂൾ എഫക്റ്റ് അല്ലേ, ആ ഒരു തണുപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? ഇവാപ്പറേഷൻ അല്ലേ. ഇവാപ്പറേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ശരിക്കും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നല്ല വേനൽക്കാലമൊക്കെ ആണെങ്കിൽ അല്ലേ, സമ്മർ സീസൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗ്രൗണ്ടിലാണെങ്കിലും നമ്മൾ ടെറസിലാണെങ്കിലും ഒക്കെ വാട്ടർ സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. എവിടെ നിന്നാണ് അപ്പം നമുക്ക് തണുപ്പ് കിട്ടുന്നത്? യെസ്, ഇങ്ങനെ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ ഡെഫിനറ്റ്ലി എന്തിന് ശ്രമിക്കുന്നുണ്ടാവും? വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നുണ്ടാവും അല്ലേ. അതായത് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അവിടെയും എന്ത് നടക്കുന്നുണ്ട്?
നടക്കുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ഇവാപറേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെ? അത് എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതായത് ആ ടെറസിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ആ ഹീറ്റിനൊക്കെ എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? വാട്ടർ വേപ്പറായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? യെസ്, ഗാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് ആ വാട്ടർ എന്ത് ചെയ്യാണ്? ചുറ്റുമുള്ള ഹീറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ അത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഫീൽ കിട്ടും? നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ എന്താണ്? ഇവാപറേഷൻ ആണ് അല്ലേ? ഇനി ഇതേ നമുക്കറിയാം, നമ്മൾ സമ്മർ സീസണിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മളോട് കോട്ടൺ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറയാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നന്നായിട്ട് വിയർക്കുന്ന സമയത്ത് ആ സ്വെറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ എന്തിനു പറ്റും? നമ്മുടെ കോട്ടൺ ക്ലോത്തിന് പറ്റും കേട്ടോ. അപ്പൊ കോട്ടൺ ക്ലോത്ത് ഇങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുവോ? ഇല്ല. ആ അബ്സോർബ് ചെയ്തിട്ടുള്ള സ്വെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? അതെന്താവുകയാണ്? ഇവാപറേഷൻ നടക്കുന്ന സമയത്ത് അത് എങ്ങോട്ട് പോവുകയാണ്? ഗാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യാൻ പറയുന്നത്. അതായത് ആ സ്വെറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അബ്സോർബ് ചെയ്തിട്ടുള്ള ആളെ എന്ത് ചെയ്യുന്നുണ്ട്? വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട്. അതായത് അവിടെയും എന്ത് നടക്കുന്നുണ്ട്? ഇവാപറേഷൻ നടക്കുന്നുണ്ട്. ഇതിനുള്ള എനർജി എന്ന് പറയുന്നത് സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാണ്. അല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും എന്തിൻ്റെ ആവശ്യമില്ല? ബോയിലിംഗ് പോയിന്റ് വരെ, ബോയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ല ഇവിടെ നടക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്തിൻ്റെ ആവശ്യമില്ല? ബോയിലിംഗ് പോയിന്റ്, അത്രയും ടെമ്പറേച്ചറിൻ്റെ ആവശ്യമൊന്നും ഇവിടെ എന്തില്ല? നമുക്ക് വരുന്നില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇവാപറേഷനും നമ്മുടെ ബോയിലിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ദേ ഈ കാണുന്നതാണ് നമ്മുടെ ബോയിലിംഗ് പ്രോസസ്സ് അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എക്സ്ട്രാ ഹീറ്റ് ഇങ്ങനെ എന്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോയിലിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് ഇതിനകത്തുള്ള ലിക്വിഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ബോയിൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ദാറ്റ് മീൻസ് ഇതൊരു ബൾക്ക് ഫിനോമിനൻ ആണ്. എന്താണ് ബൾക്ക് ഫിനോമിനൻ എന്ന് പറയാൻ കാരണം? എല്ലാ മോളിക്യൂൾസും, ഉള്ളിലുള്ള എല്ലാ മോളിക്യൂൾസും എന്ത് ചെയ്യാണ്? ഈ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് കിടന്ന് തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്നാൽ നേരെ ഇപ്പുറത്ത് ഇവാപറേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ പറയുന്നത് ഇതൊരു സർഫസ് ഫിനോമിനൻ ആണ്. മെയിൻ ഡിഫറൻസ് ഇത് തന്നെയാണ്. ഇതൊരു സർഫസ് ഫിനോമിനൻ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇവാപറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ താഴേന്ന് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല അല്ലേ? ഇത് പകരം എന്താ ചെയ്യുന്നത്? സറൗണ്ടിങ്സിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യാണ്? വേപ്പറായിട്ട് ഇതേ മുകളിലോട്ട് പോവാണ്. പക്ഷെ എല്ലാവരും പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താണ്? ആ സർഫസിലുള്ള മോളിക്യൂൾസ് അല്ലേ, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾസ് ഇല്ലേ, അവരാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇവാപറേഷന് വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇവാപറേഷൻ വഴി വേപ്പറായിട്ട് മാറുന്നത്, ഗാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇവാപറേഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിന്റെ സർഫസിലാണ് നടക്കുന്നത് അല്ലേ? അതൊരു സർഫസ് ഫിനോമിനൻ ആണ്, നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ്. എന്നാൽ ബോയിലിംഗ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റിലാണ് അത് നടക്കുന്നത്. അത് മാത്രമല്ല അതൊരു ബൾക്ക് ഫിനോമിനൻ ആണ്. കാരണം എല്ലാ മോളിക്യൂൾസും, ഉള്ളിലുള്ള അല്ലെ ഇന്നർ പാർട്ടിലുള്ള മോളിക്യൂൾസ് വരെ എന്ത് ചെയ്യുകയാണ്? ബോയിൽ ആവുകയാണ് അല്ലേ? അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. സോ നമുക്കിതാ ഈ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇവാപറേഷൻ ആൻഡ് ബോയിലിംഗ്, അതേപോലെ തന്നെ ഇവാപറേഷന്റെ ആപ്ലിക്കേഷൻസും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.